ശബരിമലയിൽ മാളികപ്പുറത്ത് തേങ്ങയുരുട്ടുകയും അതുപോലെ മഞ്ഞൾപ്പൊടി വിതറുകയും ചെയ്യുന്നത് അനാചാരമാണ്. അത്തരം രീതികൾ നിർത്തണം എന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനോട് ശബരിമല തന്ത്രി കണ്ഠര രാജീവർ പ്രതികരിക്കുകയാണ്. ഇത് നേരത്തെ തന്നെ അനാചാരമാണ് എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നിർത്തേണ്ടതാണല്ലേ? സ്വാമിശരണം, ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അനാചാരം. തേങ്ങ ഉരുട്ടൽ എന്ന് പറഞ്ഞ ഒരു വഴിപാടും ഇല്ല, ഒരു ആചാരവും ഇല്ല. അത് അവിടെ വരുന്ന തൊഴുന്ന ഭക്തജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അവർ നിൽക്കുമ്പോൾ അവരുടെ ഇടയിൽ കൂടാണ് ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുമുണ്ട്. അതാരോ ഒരാൾ ഉരുട്ടി പിന്നെ വരുന്നവരൊക്കെ ഉരുട്ടി അങ്ങനെ ആചാരമായിട്ട് മാറിയതാണ്. അത് ഒഴിവാക്കേണ്ടതാണെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. ഇത് കുറേ വർഷങ്ങളായി ഇങ്ങനെ തുടരുകയാണോ? ഈ അടുത്ത കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ ഇത് ഉള്ളത്. വെറ്റില പറപ്പിക്കുക, വസ്ത്രങ്ങൾ കൊണ്ട് മാളികപ്പുറം ക്ഷേത്രത്തിന് ശ്രീകോവിലിന് മുകളിലോട്ട് എറിയുക, ക്ഷേത്രത്തിന് ചുറ്റും മഞ്ഞപ്പൊടി വിതറുക, മണിമണ്ഡപത്തിൽ കൊണ്ടുവന്ന് ഭസ്മം വിതറുക, ഇതൊക്കെ അനാചാരം. അങ്ങനൊരു ആചാരങ്ങളെ ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല. പിന്നെ ഇവിടെ അങ്ങ് ചെയ്യുന്നു, ഒരാൾ ചെയ്യുന്നു, എല്ലാവരും അങ്ങ് ചെയ്യും. അതാണ്. ഈ പമ്പയിൽ ഈ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്ന രീതിയും ഉണ്ടല്ലേ, അതും അനാചാരമാണല്ലേ? പമ്പയിൽ വസ്ത്രം ഉപേക്ഷിക്കുന്ന കാര്യം അനാചാരം തന്നെയാണ് തീർച്ചയായിട്ടും. ഇത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഒരാൾ കുളിച്ച് കഴിഞ്ഞിട്ട് അതങ്ങ് ഉപേക്ഷിച്ചു, കാണുന്നവരെല്ലാം അങ്ങ് ഉപേക്ഷിച്ചു. ഇപ്പോൾ ആചാരമായിട്ട് വയ്ക്കുക. ഇത്രയും പുണ്യനദിയായ പമ്പയെ മലീമസപ്പെടുത്തുക എന്ന് വെച്ചാൽ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഭക്തജനങ്ങളോട് ബോധവൽക്കരണം നടത്തിയിട്ടുള്ളതാണ്. എങ്കിലും അത് ഇപ്പോഴും തുടരുന്നുണ്ടെന്നുള്ളത് ഖേദകരമായ ഒരവസ്ഥയാണ്. ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് കർശനമായി തടയാൻ കഴിയുക? എങ്ങനെയാണ് അത്? ഹൈക്കോടതി ഇടപെട്ടത് നല്ല കാര്യം തന്നെയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ ദേവസ്വം ബോർഡ് നടപ്പാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഈ മാളികപ്പുറത്തൊക്കെ ജീവനക്കാരെ കൃത്യമായി നിയോഗിച്ച് ഇത് അത്തരത്തിലൊക്കെ ചെയ്യാം. തീർച്ചയായിട്ടും അത്തരത്തിലൊക്കെ ചെയ്യാൻ പറ്റും. അതെ. എന്തായാലും ഹൈക്കോടതിയുടെ നിരീക്ഷണം കൃത്യമാണ്. അത് അനാചാരമാണ് എന്ന് തന്നെയാണ് ശബരിമല തന്ത്രിയും പറയുന്നത്. ഇത്തരം അനാചാരങ്ങൾ നിർത്തേണ്ടതാണ്. ഇത് ദേവസ്വം ബോർഡ് തന്നെ ഇതിന് മുൻകൈ എടുക്കുമെന്നും തന്ത്രി പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. സന്നിധാനത്ത് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ.